എന്തുകൊണ്ട് തോറ്റു എന്നതിൽ സിപിഐഎമ്മിലും സിപിഐയിലും ചർച്ച തുടരുകയാണ്. പരാജയ കാരണങ്ങൾ സംബന്ധിച്ച തുറന്ന ചർച്ചയാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി എത്തുമോ എന്നതിലും തീരുമാനമുണ്ടാകും. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, തോൽവിയെക്കുറിച്ച് കൃത്യമായി തന്നെ പഠിക്കാൻ പാർട്ടി ഒരുങ്ങുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിപ്പോൾ എന്തൊക്കെ ഘടകങ്ങൾ ആ തോൽവിക്ക് കാരണമായി, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പഠിക്കാനാണ് പാർട്ടി തീരുമാനിക്കുന്നതെന്ന് അറിയുന്നു. എപ്പോഴാണ് പാർട്ടി സെക്രട്ടറിയുടെ എം.വി. ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം ഉണ്ടാവുക? വിശദാംശങ്ങൾ ശ്രീജിത്തിലേക്ക് അല്പസമയത്തിനകം എത്താം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനം നടക്കാൻ പോവുകയാണ്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളെ ഉടൻ തന്നെ കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് നിലവിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് പാർട്ടി വിലയിരുത്തൽ? അതിലിനി എന്തൊക്കെ ഇടപെടലുകൾ ഉണ്ടാകും? എന്തുകൊണ്ട് വലിയ അളവിൽ വോട്ട് ചോർച്ച എല്ലാ ജില്ലകളിലും ഉണ്ടായി? എന്തുകൊണ്ട് പലയിടങ്ങളിലും അവരുടെ കോട്ടകൾ തകർന്നു? ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സിപിഎം വിശദമായി ചർച്ച ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിപിഐഎമ്മിലും സിപിഐയിലും നേതൃയോഗങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രജന്റ് സൂചിപ്പിച്ചതുപോലെ സിപിഐഎമ്മിലും സിപിഐയിലും നേതൃമാറ്റങ്ങൾ വേണമെന്നുള്ളൊരു ആവശ്യം അണികൾക്കിടയിൽ തന്നെ ഉയരുന്നൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഏത് തീരുമാനത്തിലേക്കായിരിക്കും എത്തുക എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ശ്രീത്ത് തയ്യാറായിട്ടുണ്ട്. ശ്രീത്ത്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇനി അറിയേണ്ടത് എപ്പോഴാണ് സംസ്ഥാന സെക്രട്ടറി, സിപിഎം സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുക എന്നുള്ളതാണ്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ പൂർത്തിയായിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ തോൽവിയെക്കുറിച്ച് ഏത് രീതിയിലുള്ള ഇടപെടൽ നടത്താനാണ് പാർട്ടി നീക്കം? പ്രജിൻ, സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. ഇതിനിടയ്ക്കാണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചത്. നേരത്തെ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു 4 മണിക്ക് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സെക്രട്ടേറിയറ്റ് യോഗം നീണ്ടുപോവുകയാണ്. സാധാരണയിൽ കവിഞ്ഞുള്ള ഒരു സ്ഥിതിവിശേഷമാണ് സിപിഐഎം ഇപ്പോൾ നേരിടുന്നത്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കനത്ത തോൽവി നേരിട്ടിരിക്കുന്നു. അപ്പോൾ തോൽവിയുടെ കാരണങ്ങൾ വിശകലനം ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തുറന്ന ചർച്ച സിപിഐഎം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം പതിവ് നേതൃത്വം പറയുന്ന അതേപോലെ അനുസരിക്കുന്ന, അല്ലെങ്കിൽ അതിന് ഒപ്പിച്ച് വർത്തമാനം പറയുന്ന രീതി മാറ്റി സ്വയംവിമർശകരമായിട്ടുള്ളൊരു സമീപനത്തിലേക്കും ചർച്ചകളിലേക്കും മറ്റും കടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ തോൽവിക്ക് കാരണമായ വസ്തുതകൾ എന്താണെന്നതിനെ പറ്റി ഒരു വസ്തുതാപരമായ ഒരു വിശകലനത്തിലേക്ക് എത്തിച്ചേരണമെന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ചർച്ച നടക്കുന്നു. സെക്രട്ടറി യോഗം നീണ്ടുപോവുകയാണ്. എന്തായാലും 4 മണിക്ക് വാർത്താ സമ്മേളനം നിശ്ചയിച്ചതനുസരിച്ച് മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ നിര തന്നെ ഈ വാർത്താ സമ്മേളനം നടക്കുന്ന ഹാളിലുണ്ട്. എന്തായാലും സെക്രട്ടറി യോഗം നീണ്ടുപോകുന്നതുകൊണ്ടാണ് വാർത്താ സമ്മേളനം വൈകുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി പ്രധാനമായും സിപിഎം നിരീക്ഷിക്കുന്ന ഘടകം UDF-ന് അനുകൂലമായ ഒരു ധ്രുവീകരണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അത് വസ്തുതാപരമാണോ, അത് വസ്തുതയ്ക്ക് നിരക്കുന്നതാണോ എന്ന കാര്യം സംശയമാണ്. ശ്രീ, അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വരുമോ എന്നതിലും ചില ചോദ്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ നടക്കുന്ന യോഗങ്ങളിൽ ചർച്ചയാകുന്നുണ്ടോ? പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആരെയാണ് നിശ്ചയിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ചർച്ചകളിലേക്ക് ഉച്ചവരെ കടന്നിട്ടില്ല. 3 മണിക്ക് സെക്രട്ടറി യോഗം പുനരാരംഭിച്ച ശേഷം മാത്രമേ അത്തരം ചർച്ചകളിലേക്ക് കടക്കുകയുള്ളൂ. ആദ്യം തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ കാരണങ്ങൾ വിശകലനം ചെയ്യുകയാണ് സെക്രട്ടറി യോഗത്തിന്റെ അജണ്ട. അതിനുശേഷമായിരിക്കും പ്രതിപക്ഷ മുന്നണിയെ ആര് നയിക്കണമെന്നതിലേക്ക് കടക്കുക. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് പിണറായി വിജയനെ, പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് നിയോഗിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളും ചരടുവലികളും പാർട്ടിക്കകത്ത് സജീവമാണ്. പിണറായി വിജയനെ പോലെ ഒരു കരുത്തനായ നേതാവ് തന്നെ ഈ ദുർബലമായ പ്രതിപക്ഷ നിരയെ നയിച്ചില്ലെങ്കിൽ അത് വലിയ തോതിൽ നിയമസഭയിലും പുറത്തും ബുദ്ധിമുട്ടുണ്ടാക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പുതിയ നേതൃനിരയെ തലപ്പത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാണ്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.